കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ വർഷവും ശൂന്യ നോമ്പിൽ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നാം പരിശുദ്ധ മാതാവിനെ പ്രത്യേകം ഓർക്കുകയും മധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഓർമ്മയും പ്രാർത്ഥനയും നോയമ്പുമൊക്കെ ഏറ്റവും അർത്ഥപൂർണ്ണമാകുന്നത് മാതാവിൻ്റെ മനോഹരമായ ജീവിതശൈലിയും പുണ്യപ്പെട്ട മനോഭാവങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ കൂടെയാണ്. ഈ അല്പസമയം കർത്താവിൻ്റെ കുരിശിൻ ചൂട്ടിൽ വേദനയോടെ ആയിരിക്കുന്ന മാതാവിൻ്റെയോടൊപ്പം നമ്മുടെ ചിന്തകളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. കാൽവരിയിൽ ഏറ്റവും അപമാനിക്കപ്പെട്ട് കള്ളന്മാരുടെ നടുവിൽ സ്വന്തം മകൻ മരണം വരിക്കുന്നത് കൺമുമ്പിൽ കാണുമ്പോൾ ഒരമ്മ അനുഭവിക്കുന്ന നൊമ്പരം നമുക്ക് ചിന്തിക്കാവുന്നതിലുമൊക്കെ അപ്പുറത്താണ്. ഇത്രത്തോളം അപമാനിക്കപ്പെട്ടിട്ടും പതരാതെ പിടിച്ചു നിൽക്കുവാൻ മാതാവിന് സാധിച്ചത് തൻ്റെ പിതാവിനോടുള്ള വലിയ വിശ്വാസവും അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നുള്ളൊരു പ്രത്യാശയുമാണ്. എങ്ങനെയാണ് പ്രതികൂലങ്ങൾക്കിടയിലും തളരാതെ വിശ്വാസം മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്ന് വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ഇഷ്ടം അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് എന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മാതാവിനും ഒരു പാറ പോലെ ഉറച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് തൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം വിലമതിക്കുകയും കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ എപ്പോഴും ശ്രമിക്കുകയും ചെയ്തതിലൂടെയാണ്. അന്നൊരിക്കലും ഗബ്രിയേൽ മാലാഖ ദൈവപിതാവിൻ്റെ വലിയ പദ്ധതി കുഞ്ഞുമറിയത്തെ അറിയിച്ചപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധികളെ ഒന്നും പേടിക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം സമർപ്പിച്ചിട്ടുണ്ട്. ദൈവപുത്രന്റെ അമ്മ എന്ന പദവിയിലും പാരമ്പര്യത്തിലും ഒന്നും തെല്ലും അഹങ്കരിക്കാതെ വിനയത്തോടെ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ടും ഓടിപ്പോകുന്നുണ്ട്. ജോസഫിനൊപ്പം ബത്ലഹേമിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മാതാവ് പൂർണ്ണ ഗർഭിണിയായിരുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ യാത്രയുടെ അവസാനം ദൈവപൈതലിന് ജന്മം കൊടുക്കുവാൻ അവർക്ക് അനുയോജ്യമായൊരു സ്ഥലം ലഭിക്കുന്നില്ല. അവസാനം ഒരു പുൽക്കൂടിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. താമസിയാതെ തന്നെ കുഞ്ഞു പൈതലിനെ ഹെറോദിൽ നിന്ന് രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. കടന്നുപോയ ഈ വഴികളെല്ലാം മാതാവിന് തീർത്തും അനിശ്ചിതത്വവും വ്യാകുലവും നിറഞ്ഞതായിരുന്നു. എങ്കിലും അമ്മ പിറുപിറുത്തില്ല. ദൈവിക പദ്ധതിയുടെ പ്രായോഗികതയെ ചോദ്യം ചെയ്തുമില്ല. ലോകത്തിനു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ സത്യങ്ങളും രഹസ്യങ്ങളുമെല്ലാം മാതാവ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സംഗ്രഹിച്ചു ജീവിച്ചുവെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും തുടർന്നു പോകുന്ന വലിയ വിധേയത്വവും വിശ്വാസവും അനുസരണവും ഒക്കെയാണ് കാൽവരിയിലെ കുരിശിന്റെ മുമ്പിൽ മാതാവിന് ബലമായത്. അമ്മയുടെ കണ്ണീര് യേശു തമ്പുരാൻ ആ കഠിന വേദനയിൽ പോലും ഏറ്റവും ശ്രദ്ധിക്കുന്നുണ്ട്. പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയ ശിഷ്യനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. കരുണയുടെ വറ്റാത്ത ഉറവിടമായ തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നമ്മളെ കരുതുകയും നമുക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് ഈ കാൽവരി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹവാനായി അവനിൽ ആശ്രയിച്ച് ആരും നിരാശരാകുന്നില്ല. ദൈവത്തിലുള്ള ഈ ഉറപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ സമാധാനം. പരിശുദ്ധ മറിയത്തെ പോലെ ബലഹീനരായ നമുക്കും കർത്താവിന്റെ തിരുവിഷ്ടം അന്വേഷിക്കുവാനും നിറവേറ്റുവാനുമുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏത് പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും വേദനകളിലും നമ്മെ കരുതുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹവാനായ ഒരു തമ്പുരാൻ നമുക്കുണ്ട് എന്ന വലിയ വിശ്വാസവും പ്രത്യാശയും നമുക്ക് ഉറപ്പേകട്ടെ. ആമേൻ.